السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിലനിർത്തി അംഗീകരിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുവാൻ പരമാവധി ശ്രമിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോക വിശ്വാസമില്ലാത്ത ആളാണെങ്കിലും പരലോകത്തെ കുറിച്ച് ഭയപ്പാടില്ലാത്ത വ്യക്തിയാണെങ്കിലുമൊക്കെ എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് മരണം എന്നത്. യഥാർത്ഥത്തിൽ പരലോക ഭയത്തോടൊപ്പം മരണചിന്തയാണ് മനുഷ്യന് വേണ്ടത്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പരലോക വിശ്വാസം ഇല്ലാത്തവരും കുറവായവരും എല്ലാം തന്നെ ഭയപ്പെടുന്നത് പലപ്പോഴും മരണത്തെക്കുറിച്ചുള്ള വിഷയത്തിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട്, ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുന്ന മനുഷ്യനോട്, അതാണല്ലോ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തെ വെറുക്കുവാനും ഭയപ്പെടാനും മനുഷ്യന്റെ പ്രധാന കാരണം. അതാണ് ദുനിയാവിലെ സുഖങ്ങൾ മുറിഞ്ഞു പോകും, ദുനിയാവിലെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളും എല്ലാം നിലച്ചു പോകും എന്ന ഭയപ്പാടാണ്, അല്ലെങ്കിൽ ആ ഒരു തോന്നലാണ് മരണത്തെക്കുറിച്ച് ഭയപ്പെടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. എന്നാൽ അല്ലാഹു തആല മനുഷ്യരോട് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിലെ സുഖങ്ങൾ ആസ്വദിക്കുന്നത് പോലെ, നിങ്ങൾ ഈ ഐഹിക ലോകത്തെ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും പോലെ നിങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് മരണം എന്നുള്ളത്. ആ പ്രയോഗം തന്നെയാണ് ഖുർആനിലുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ദാഇഖത്തുൽ മൗത്ത് എന്നാൽ ദൗഖ് എന്ന പദം രുചിക്കുക, അനുഭവിക്കുക, ആസ്വദിക്കുക എന്നതാണ്. അതേ പ്രയോഗമാണ് മരണത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാക്കളും, എല്ലാ മനുഷ്യന്മാരും മരണത്തെ രുചിക്കും, മരണത്തെ അനുഭവിക്കും, ആസ്വദിക്കും എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല മനുഷ്യന് നൽകിയ ആയുസ് എത്രയാണോ അത്ര മാത്രം. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നിമിഷം അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് പിന്തിക്കുന്ന ഒരു സാഹചര്യം ഒരാളുടെ വിഷയത്തിൽ അല്ലാഹു തആല ഒരുത്തന് എത്രയാണോ ഇവിടെ അവധി നിശ്ചയിച്ചിട്ടുള്ളത്, ആ സന്ദർഭം, സാഹചര്യം, നിമിഷം, സമയം, ആ സ്ഥലം, അത് അവിടെ അവൻ എത്തിച്ചേരും. ആ സമയത്ത് മാത്രമായിരിക്കും അത് അവനെ വന്ന് പിടികൂടുക എന്നുള്ളതാണ്. അപ്പൊ ഈ സുനിശ്ചിതമായ അള്ളാഹുവിന്റെ തീരുമാനം നമ്മിലൊക്കെ അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മരണത്തെ കുറിച്ച് ഓർക്കാനും ചിന്തിക്കുവാനും ഉതകുന്ന ഒരു ജീവിതത്തിലെ ഒരു വല്ലാത്ത അനുഗ്രഹമായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാണ് നമ്മുടെ ഉറക്കം എന്നുള്ളത്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവും ബോധവും വേർപെടുത്തപ്പെടുന്ന പ്രക്രിയ, ഇതിനെയാണ് മരണം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഉറക്കം. ഒരു വേള നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവും ബോധവും ഇല്ലാതാകുന്നു. പക്ഷേ അല്ലാഹു തആല ആ മനുഷ്യനെ, കിടന്നുറങ്ങുന്ന മനുഷ്യനെ, നാളെ നേരം വെളുക്കുമ്പോൾ അവൻ ഇവിടെ ജീവിക്കേണ്ടവനാണ് എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് എങ്കിൽ അവന്റെ ആത്മാവിനെ അവനിലേക്ക് സന്നിവിശേഷിപ്പിക്കുന്നു, അല്ലാഹു കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അതല്ല ആ മനുഷ്യനെ ഉറക്കത്തിൽ അവൻ ഈ ഭൂമി ലോകത്ത് വിട പറയണം എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ പരിപൂർണമായി അവന്റെ ബോധത്തെയും ആത്മാവിനെയും അള്ളാഹു എടുക്കുന്നു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ കാര്യം സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്ത്, സുമറിലെ 42-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ഒരാളുടെ മരണവേളയിൽ അള്ളാഹു അവന്റെ ആത്മാവിനെ പരിപൂർണമായി എടുക്കും.
വല്ലത്തി ലം തമുത്ത് ഫീ മനാമിഹാ, അതെ ഉറങ്ങുന്ന വ്യക്തിയിലും, അതായത് മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഉറങ്ങുന്ന വേളയിലും പരിപൂർണമായി അവന്റെ ആത്മാവിനെ അള്ളാഹു എടുത്തു കളയും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫയുംസികുല്ലത്തി ഖദാ അലൈഹൽ മൗത്ത്, അള്ളാഹു ആരിലാണോ മരണം ആ ഉറക്കിലൂടെ വിധിച്ചിട്ടുള്ളത് അവനിൽ നിന്നും പരിപൂർണമായിട്ട് ആത്മാവിനെ പിടിച്ചെടുക്കുകയും മരിക്കേണ്ട എന്ന് തീരുമാനിച്ച, നാളെ നേരം വെളുത്തിട്ടും ജീവിച്ചിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച വ്യക്തിയിൽ ആത്മാവിനെ അവൻ കൊണ്ടുവെക്കുകയും സന്നിവിശേഷിപ്പിക്കുകയും ചെയ്യും എന്ന്. അപ്പൊ ഈ ഉറക്കം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതൊരു ചെറിയ ഒരു മരണത്തിന്റെ മിനിയേച്ചർ രൂപമാണ്. അതിന്റെ ഒരു ചെറിയ രൂപമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉറക്കം എന്നുള്ളത് നാളേക്ക് വേണ്ടി, നാളെ ഉന്മേഷത്തോടുകൂടി സജീവമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഉറക്കിനെ നമ്മൾ കാണുന്നത്. ഉറക്കിനെ നിങ്ങൾക്ക് നാം ഒരു വിശ്രമിക്കുവാനുള്ള ഒന്നായി അള്ളാഹു അനുഗ്രഹമായി പറഞ്ഞ ഒന്നാണ് എന്ന് പറഞ്ഞാൽ, നാളെ നേരം വെളുക്കുമ്പോ ഉന്മേഷത്തോടുകൂടി എനിക്ക് സജീവമായി മുന്നോട്ട് പോകുവാൻ ഉറക്കുന്ന ഈ അനുഗ്രഹം അത്യാവശ്യമാണ്. അതുപോലെയാണ് മരണവും ഒരർത്ഥത്തിൽ അങ്ങനെയാണ്. ഈ മരണത്തിലൂടെ നാളെ ശാശ്വതമായി കഴിയേണ്ട ലോകത്തേക്ക് ഉന്മേഷത്തോടുകൂടി എനിക്ക് മുന്നോട്ട് പോകുവാൻ എന്നെ പ്രാപ്തമാക്കുന്നത് ഈ മരണമാണ്. അപ്പോ മരണം എന്നുള്ളത് ഒരു മനുഷ്യന്, ആ മരണബോധം എന്നുള്ളത് ഒരു മനുഷ്യനെ സക്രിയനാക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുവാൻ, ദുനിയാവിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ അംഗീകരിച്ച് ജീവിക്കുവാൻ പ്രാപ്തമാക്കുന്ന ഒന്നാവണം, അല്ലെങ്കിൽ അത് തന്നെയാണ് മരണബോധം എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ലദ്ദത്തുകളെയും തകർത്ത് കളയുന്ന ഒന്നിനെ കുറിച്ച്, മരണം എന്ന സ്മരണ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ വെറുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ വെറുക്കുന്ന വിഷയത്തെ മറക്കാൻ ശ്രമിക്കുന്നവരാ മനുഷ്യന്മാർ. നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ മറന്നു കളയാൻ ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. മരണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങളത് മരണം എന്റെ വഴിയെ വരുന്നുണ്ട് എന്ന് അറിയാണെങ്കിൽ ഓടി അകലാനെ നമ്മൾ ശ്രമിക്കുക. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോടിക്കണക്കിന് ഉറുപ്പ്യ മുടക്കാൻ നമ്മൾ തയ്യാറാണ്. ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ എത്ര പൈസ മുടക്കാനും തയ്യാറാണ്. പക്ഷേ അള്ളാഹുവിന്റെ സമയം, വിധി അത് വന്നെത്തുമ്പോ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും ഒരു മനുഷ്യന്റെ മഹാബുദ്ധിക്കും കണ്ടുപിടുത്തത്തിനും അതിൽ നിന്ന് തടയിടാൻ, അതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവോടുകൂടി യഥാർത്ഥ ബുദ്ധിമാൻ ആര് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇപ്രകാരമാണല്ലോ, അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവനാരാണ്? മൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ സജ്ജമാക്കിയവനാണ്. അതേപോലെ ലിമാ ബഅദൽ മൗത്ത് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി തന്റെ മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സജീവമാക്കി അതിനെ കുറ്റമറ്റ രീതിയിൽ അതിനുവേണ്ടി തയ്യാറാകുന്ന വ്യക്തിയെയാണ് യഥാർത്ഥ ബുദ്ധിമാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, മരണം സുനിശ്ചിതമാണ്, അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. അത് നമ്മിലൊക്കെ കടന്നു വരും. അതുകൊണ്ട് ആ മരണാനന്തര ജീവിതത്തിന്, ശാശ്വത ജീവിതത്തിന് വേണ്ടി ഈ അഹീക ലോക ജീവിതത്തെ ക്രിയാത്മകമായി അധ്വാനിക്കുവാനും പണിയെടുക്കുവാനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നമ്മൾ അതിനെ ഉപയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.